സഹകാരി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, കേരള ബാങ്കിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും അവാർഡ് വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ അവാർഡ് ജേതാക്കളെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. കർമ്മ പദ്ധതിയിലൂടെ 5 പ്രധാന ലക്ഷ്യങ്ങളാണ് നേടാൻ ഉദ്ദേശിക്കുന്നത്. കാര്യക്ഷമതക്കായി കൂടുതൽ മികച്ച സാങ്കേതിക വിദ്യ ലഭ്യമാക്കുക, ബിസിനസ് വളർച്ച ത്വരിതപ്പെടുത്തുന്ന വിധത്തിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് മുൻഗണന നൽകുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക, ലാഭക്ഷമത വർദ്ധിപ്പിക്കുക, പ്രാഥമിക സഹകരണ സംഘങ്ങളെ കൂടുതൽ മികവിലേക്ക് നയിക്കുക, പദ്ധതികൾ നടപ്പാക്കുന്നതിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി സഹകരണ മേഖലയാകെ, സഹകാരികളാകെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ആദ്യമായും അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തെ സഹകരണ മേഖലക്കാകെ അനുകരണീയമായ മാതൃകയാണ് കേരള ബാങ്ക്. കാർഷിക തൊഴിൽ മേഖലകൾക്ക് വേണ്ട മൂലധനം സ്വരൂപിക്കുന്നതിൽ വളരെ നിർണായകമായ ഇടപെടലുകളാണ് കേരള ബാങ്ക് നടത്തിവരുന്നത്. ഇന്ന് കേരള ബാങ്ക് സഹകരണ മേഖലയിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായി വളർന്നിട്ടുണ്ട്. സാമാന്യ ജനത്തിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതി സാധ്യമാക്കും വിധത്തിൽ കേരളത്തിൻ്റെ സഹകരണ മേഖല പൊതുവിലെന്ന പോലെ തന്നെ കേരള ബാങ്കും ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഷെഡ്യൂൾഡ് ബാങ്ക് നെറ്റ്വർക്കായി മാറുന്നതിന് കേരള ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 823 ബ്രാഞ്ചുകളാണ് ബാങ്കിനുള്ളത്. ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ പല നേട്ടങ്ങളും കൈവരിക്കാൻ കേരള ബാങ്കിന് കഴിഞ്ഞു എന്നത് സന്തോഷകരമായ കാര്യമാണ്. അവയെ കൂടുതൽ മികവുറ്റതാക്കാനുള്ള പരിശ്രമമാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. കേരള ബാങ്ക് രൂപീകരണ ശേഷം നിക്ഷേപത്തിലും വായ്പയിലും മൊത്തം ബിസിനസ്സിലും ക്രമാനുഗതമായ വളർച്ച നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2024 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം മൊത്തം ബിസിനസ് 1,16,582 കോടി രൂപയുടേതാണ്. മൊത്തം ബിസിനസ്സിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ കേരളം പ്രവർത്തന കേന്ദ്രമായുള്ള ബാങ്കുകളിൽ 3-ാം സ്ഥാനത്താണ് കേരള ബാങ്ക് ഉള്ളത്. ബാങ്കിൻ്റെ മൊത്തം വായ്പ 50,000 കോടി രൂപയിലേക്ക് അടുക്കുകയാണ്. ഇതിൽ 25% കാർഷിക മേഖലാ വായ്പകളുമാണ്. കേരളത്തിലെ കാർഷിക മേഖലയിൽ ഏറ്റവും കാര്യക്ഷമമായി ഇടപെടുന്ന സ്ഥാപനമാണ് കേരള ബാങ്ക്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാർഷിക മേഖലയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനും അതിനെ കാലത്തിനൊത്ത് നവീകരിക്കാനും കേരള ബാങ്ക് സഹായിക്കണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്ക് കൃഷി വകുപ്പിനോടൊപ്പം ചേർന്ന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന
മേഖലയാണ് സഹകരണ മേഖല. വിവിധ കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇന്നത്തെ കാലത്ത് വലിയ തോതിൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ കാർഷികോൽപാദന വർധനവ് നടക്കുന്നുണ്ട്. ഈ വർദ്ധമാനമായ തോതിൽ ഉൽപാദനം വരുമ്പോൾ അവ സംഭരിക്കൽ, കേടുകൂടാതെ സൂക്ഷിക്കൽ എല്ലാം പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങളിൽ സഹകരണ മേഖലയ്ക്ക് വലിയ തോതിൽ ഇടപെടാനും സഹായിക്കാനും കഴിയും. ഓരോ പ്രദേശത്തുമുള്ള നമ്മുടെ സഹകരണ ബാങ്കുകൾ ആ ബാങ്കിൻ്റെ അതിർത്തിയിലുള്ള കാർഷികാഭിവൃദ്ധിക്ക് തങ്ങളായി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അത് സ്വയമേവ ആലോചിക്കാൻ തയ്യാറാകണം. വായ്പയ്ക്ക് വേണ്ടി ബാങ്കിനെ സമീപിക്കുന്നവർക്ക് വായ്പ കൊടുക്കുക എന്നത് മാത്രമായി തങ്ങളുടെ ഉത്തരവാദിത്വമാക്കി ചുരുക്കാൻ പാടില്ല. ആ മേഖലയിലെ കാർഷികാഭിവൃദ്ധിക്ക് ആ കർഷകരുമായിട്ടാണ് ഇടപാടുകൾ ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിലെ കാർഷികാഭിവൃദ്ധിക്ക് വലിയ തോതിലുള്ള ഇടപെടൽ സഹകരണ സ്ഥാപനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. അതിന് മുൻകൈ ഉണ്ടാവണം. ഒരിടത്ത് വലിയ തോതിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നു വിചാരിക്കുക. ആ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി ആവശ്യത്തിലധികം വന്നാൽ, ആ പ്രദേശത്തിൻ്റെ ആവശ്യത്തിലധികം വന്നാൽ അത് സൂക്ഷിക്കാനാവണം. അപ്പോൾ സംഭരിക്കാനും സൂക്ഷിക്കാനുമുള്ള സംവിധാനം വേണം. സ്വാഭാവികമായും അതിനുള്ള ക്രമീകരണം സഹകരണ സ്ഥാപനത്തിനുണ്ടാക്കാൻ കഴിയും. ആവശ്യമായ വാഹനം ചിലപ്പോൾ ഒരുക്കണം, ശീതീകരിച്ച വാഹനം വേണ്ടിവരും. ഇത് സൂക്ഷിക്കുന്നതിനുള്ള കോൾഡ് സ്റ്റോറേജ് സംവിധാനം വേണം. അത് അവിടുത്തെ കൃഷിക്കാർ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. എന്നാൽ സഹകരണ സ്ഥാപനം മുൻകൈ എടുത്താൽ സാധിക്കും. അപ്പം അതോടെ ആ മേഖലയിലെ കൃഷിയാകെ വല്ലാതെ അഭിവൃദ്ധിപ്പെട്ടു വരും. അപ്പം അത്തരത്തിലുള്ള മുൻകൈ, ഇടപെടൽ നല്ല രീതിയിൽ സഹകരണ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വലിയ തോതിലുള്ള ഇടപെടൽ, അതിനുതകുന്ന കൃഷി രീതികൾ അവതരിപ്പിക്കൽ, അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വിഭവം ഒരുക്കിക്കൊടുക്കൽ, ഇതെല്ലാം സഹകരണ മേഖലയ്ക്ക് നിർവഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ സാധാരണയുള്ള ചട്ടപ്പടി ബാങ്കിങ് പ്രവർത്തനത്തിൽ നിന്ന് മാറി ഇത് സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രധാന ധർമ്മമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇടപെടലിന് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനായ ബാങ്ക് പ്രസിഡന്റ് നെല്ല് സംഭരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. നെല്ല് സംഭരണത്തിൽ ഫലപ്രദമായി കാലാകാലമായി ഇടപെട്ട് വന്ന സഹകരണ മേഖല ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പൂർണ്ണ പരിഹാരം ജനങ്ങളും കൃഷിക്കാരും ആഗ്രഹിക്കുകയാണ്. ആ പൂർണ്ണ പരിഹാരത്തിന് അവരാഗ്രഹിക്കുന്നത് എല്ലാ ഉത്തരവാദിത്വവും സഹകരണ മേഖലയ്ക്ക് നിർവഹിക്കാനാവണമെന്നാണ്. നെല്ല് പ്രധാന ഉൽപ്പാദന കേന്ദ്രത്തിൽ, പാലക്കാട് പോലുള്ള പ്രധാന ഉൽപ്പാദന കേന്ദ്രത്തിൽ പൂർണ്ണമായും സംഭരിക്കുന്ന ചുമതല സഹകരണ മേഖലയ്ക്ക് ആവണമെന്ന് കൃഷിക്കാരാഗ്രഹിക്കുന്നുണ്ട്.
സഹകരണ മേഖലയും അതിന് സന്നദ്ധം തന്നെയാണ്. ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആ ചുമതല ഭംഗിയായി നിറവേറ്റാൻ തയ്യാറാകേണ്ടതുണ്ട്. കേരള ബാങ്ക് തന്നെ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സർക്കാർ അതിനാവശ്യമായ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കുന്നതിനും നടപടികളെടുത്തു വരികയാണ്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളെ ബഹുമുഖ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് നബാർഡിൻ്റെ പിന്തുണയോടെ കേരള ബാങ്ക് 4% പലിശ നിരക്കിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ 166 സംഘങ്ങളുടെ 203 പദ്ധതികൾക്കായി 437 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. നബാർഡ് ഇത്തരം കാര്യങ്ങളിൽ നല്ല രീതിയിൽ സഹായിക്കാൻ സന്നദ്ധയുള്ള സ്ഥാപനമാണ്. അത് മികവാർന്ന രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. കൃത്യതയോടെ ആ കാര്യത്തെ സമീപിച്ചാൽ കൂടുതൽ സഹായം നേടിയെടുക്കാൻ കേരളത്തിന് സാധിക്കും. ഇതിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതിയിൽ 3% പലിശ ഇളവിന് അർഹതയുള്ള 201 കോടി രൂപയുടെ 151 പദ്ധതികൾ കൂടി ഉൾപ്പെടുന്നുണ്ട്. സംസ്ഥാന സർക്കാർ പിന്തുണയോടെ കേരള ബാങ്ക് നടത്തുന്ന കർഷക ഉൽപ്പാദക സംഘങ്ങളുടെ FPO സംഘാടനവും ശാക്തീകരണവും നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇതേവരെ 36 കർഷക ഉൽപ്പാദക സംഘങ്ങൾ സജീവമാക്കാനായിട്ടുണ്ട്. ഇതെല്ലാം കാർഷിക മേഖലയിൽ കേരള ബാങ്ക് നടത്തുന്ന പ്രധാനപ്പെട്ട ഇടപെടലുകൾ തന്നെയാണ്. രൂപീകരിക്കപ്പെടുന്ന സമയത്ത് കേരള ബാങ്കിൻ്റെ നിഷ്ക്രിയ ആസ്തി 8,834 കോടി രൂപയായിരുന്നു. അത് ക്രമാനുഗതമായി ഏകദേശം പകുതിയാക്കി കുറച്ചു കൊണ്ടുവരാൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ബാങ്കിൻ്റെ മൂലധന പര്യാപ്തത 10.18% റിസർവ് ബാങ്ക് മാനദണ്ഡപ്രകാരം മൂലധന പര്യാപ്തത വേണ്ടത് 9%. അപ്പോൾ അതിൽ കൂടുതൽ 10.18% മൂലധന പര്യാപ്തത നേടാൻ കേരള ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിലവിൽ ബാങ്കിൻ്റെ സ്ഥിതി സുരക്ഷിതമാണ്. എന്നാലും ഈ വർഷത്തെ ബാങ്കിൻ്റെ പ്രതീക്ഷിത വായ്പാ വർധനവിന് ആനുപാതികമായി 500 കോടി രൂപയുടെ അധിക മൂലധനമാണ് ബാങ്കിന് ആവശ്യമായിട്ടുള്ളത്. അത് സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ്. സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിലും കേരള ബാങ്ക് നല്ല മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത്. 5 വ്യത്യസ്ത കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയറുകളിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കുകളെ ഏകീകൃത സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് നേട്ടം തന്നെയാണ്. ഇന്ന് ഏതൊരു ബാങ്കിനോടും കിടപിടിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനം കേരള ബാങ്കിന് സ്വായത്തമാക്കാനായിട്ടുണ്ട്. ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾക്കായുള്ള ഓംനി ചാനൽ പ്രവർത്തനക്ഷമമാക്കിയിട്ടുമുണ്ട്. നിലവിൽ 2,20,000 ഉപഭോക്താക്കളാണ് കേരള ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് വരുന്നത്. കേരള ബാങ്ക് മൊബൈൽ ആപ്പിലൂടെ നാളിതുവരെ 7,600 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. കൂടുതൽ ഉപഭോക്താക്കളിലേക്ക്
കോർ ബാങ്കിങ് സംവിധാനങ്ങളും മൊബൈൽ ബാങ്കിങ് സംവിധാനങ്ങളും എത്തിക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. സഹകരണ പ്രസ്ഥാനവും മലയാളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേകമായി പറയേണ്ടതില്ല. അത്രയധികം ഇഴയടുപ്പമാണ് ഇവ തമ്മിലുള്ളത്. നമ്മുടെ ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക ജീവിതം പുരോഗമനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന ഇടപെടലുകളാണ് സഹകരണ മേഖലയിൽ നിന്ന് എല്ലാ കാലവും ഉണ്ടായിട്ടുള്ളത്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേവലം പണമിടപാട് നടത്തുന്ന സ്ഥാപനങ്ങൾ മാത്രമായി സഹകരണ സ്ഥാപനങ്ങളെ ചുരുക്കിക്കാണാൻ കഴിയില്ല. നമ്മുടെ കാർഷിക വികസനത്തിൽ, വ്യാവസായിക മുന്നേറ്റത്തിൽ, നിർമ്മാണ മേഖലയിൽ, വിപണി ഇടപെടലുകളിൽ, ക്ഷേമ പെൻഷൻ വിതരണത്തിൽ, സാമൂഹ്യ സുരക്ഷ ഒരുക്കുന്നതിൽ, ഇങ്ങനെ കേരളത്തിൻ്റേതായ സമസ്ത മേഖലകളിലും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കയ്യൊപ്പുണ്ട്. കേരള ബാങ്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ പലതും നല്ല സാമ്പത്തിക ശേഷിയുള്ള ബാങ്കുകളാണ്. നമ്മുടെ നാടിൻ്റെ പൊതുവായ ശാക്തീകരണത്തിന് അത് നല്ല നിലയിൽ ഉപയോഗിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള വിശാല ഹൃദയത്വം സാധാരണഗതിയിൽ സഹകാരികൾക്ക് ഉണ്ടാകേണ്ടതാണ്. നമ്മുടെ പ്രാഥമിക വായ്പാ സംഘങ്ങൾ എടുത്താൽ മികച്ച രീതിയിൽ, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സുശക്തമായ സംവിധാനങ്ങളാണ്. ശക്തമായ ഭരണസമിതി, കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം, പ്രതിബദ്ധതയാർന്ന സഹകാരികൾ, ഇതെല്ലാം നമ്മുടെ സഹകരണ മേഖലയുടെ ഏറ്റവും വലിയ കരുത്താണ്. ഏറ്റവും ജനാഭിമുഖ്യത്തോടെ പ്രവർത്തിച്ചു വന്ന മേഖലയാണ് സഹകരണ മേഖല. ജനങ്ങളുടെ വിശ്വാസം നല്ല രീതിയിൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല തോതിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ച മേഖലയാണ് സഹകരണ മേഖല. ഇപ്പോൾ അടുത്ത കാലത്തായി ചില കാര്യങ്ങൾ നമ്മുടെ സഹകരണ മേഖലക്ക് ചേരാത്ത രീതിയിലുള്ള ചില തെറ്റായ പ്രവണതകൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നു എന്നത് ഗൗരവമായി കാണണം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, സഹകരണ മേഖലയുടെ ശുദ്ധി അത് നിലനിർത്തി പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സഹകാരികൾ അതിൻ്റെ മുൻപന്തിയിൽ തന്നെയാണ്. പക്ഷേ തെറ്റായ പ്രവണതകൾക്ക് അടിപ്പെടുന്നവർ ഇതിനകത്ത് അശുദ്ധി ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കും. അതിൻ്റെ ഭാഗമായി സഹകരണ രംഗത്ത് തീണ്ടാത്ത അഴിമതിയുടേതായ കറുത്ത പാടുകൾ അപൂർവം ചിലയിടങ്ങളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ വന്നാൽ വലിയ തോതിൽ സ്വാഭാവികമായും അത് സഹകരണ മേഖലയ്ക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സഹകാരികൾ പൊതുവിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. അഴിമതി തീണ്ടാത്തവരാണ്. പക്ഷേ ഉണ്ടായ ചില പ്രശ്നങ്ങൾ
പുറത്തു വന്നപ്പോൾ എങ്ങനെയാണ് ഈ രീതിയിലേക്ക് മാറാനിടയായത് എന്ന് സാധാരണ നിലക്ക് സഹകാരികൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. അപ്പോൾ നല്ല ജാഗ്രത എല്ലായിടങ്ങളിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നാം വലിയ തോതിലുള്ള സാമ്പത്തിക സ്ഥാപനമാണ് നടത്തുന്നത്. അത്തരം സാമ്പത്തിക സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റേതായ ചിട്ടകൾ കൃത്യമായി പാലിച്ചു പോകണം. ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കും വഴിപ്പെടരുത്. ഒരു കാര്യത്തിലും നിയതമായ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. എവിടെയും അതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തെറ്റായ മാർഗങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കരുത്. പൊതുവെ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണോ അതുമാത്രമേ സ്വീകരിക്കൂ എന്ന നിർബന്ധമുണ്ടാവണം. എല്ലാവരുടെ നേരെയും കൃത്യമായ ഈയൊരു വീക്ഷണത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ അതത് സ്ഥലത്ത് സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ബാങ്കിങ് പ്രവർത്തനത്തിൻ്റെ 40% സഹകരണ ബാങ്കുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അത്താണിയായാണ് സഹകരണ മേഖല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മേഖലയിലെ നിക്ഷേപം 2,60,000 കോടി രൂപയാണ്. 1,86,000 കോടി രൂപ വായ്പ കൈകാര്യം ചെയ്യുന്ന മേഖലയാണിത്. അപ്പോൾ കേരളം മുന്നോട്ട് വെക്കുന്ന വികസന മാതൃകയിൽ സഹകരണ മേഖലയുടെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആഗോളതലത്തിൽ മാതൃകയായി ലോക റാങ്കിങ്ങിൽ വൻകിട സഹകരണ സംഘങ്ങളെ മറികടന്ന് 1-ാം സ്ഥാനത്തേക്ക് എത്തിയ സഹകരണ സംഘങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ അവസ്ഥ പരിശോധിച്ചാൽ ദേശീയ തലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലയളവിനുള്ളിൽ ബാങ്കുകളുടെ മൊത്തം നിഷ്ക്രിയ ആസ്തി 70 ലക്ഷം കോടിയോളം രൂപയാണ്. ഇതിൽ 15 ലക്ഷം കോടി രൂപ, അതായത് 25% കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയിട്ടുമുണ്ട്. അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. നമ്മുടെ സഹകരണ മേഖലക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ലഭിക്കേണ്ടതാണെങ്കിലും ചിലപ്പോൾ ഉത്തരവാദപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ തന്നെ ആ ഒരു പിന്തുണയല്ല ലഭിക്കുന്നത് എന്നത് നമുക്കുള്ള ദുരനുഭവമാണ്. ഇപ്പോൾ ആരും സമ്മതിക്കുന്ന കാര്യമാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ സുതാര്യമായി പ്രവർത്തിക്കുന്നവയാണ് എന്നത്. എന്നാൽ ഒരു വിശ്വാസ്യതയുമില്ലാത്ത ചിലർ ഈ രംഗത്തേക്ക് കടന്നു വരികയാണ്. അതും സഹകരണ മേഖലയുടെ പേരിലാണ്. ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ആ ഗണത്തിൽപ്പെടുന്നതാണ്. 1500ഓളം മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ
നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് കണക്ക്. അതിൽ 44 സംഘങ്ങൾ 2022 മാത്രം അഴിമതിയുടെ പേരിൽ അടച്ചുപൂട്ടി. ഇവിടെ കാണേണ്ടത് 10,000 കോടി രൂപയിലേറെയാണ് പൊതുജനങ്ങളിൽ നിന്ന് ഈ സംഘങ്ങൾ കവർന്നെടുത്തത്. നമ്മൾ എത്ര ആളുകളുടെ ശ്രദ്ധയിലത് വന്നിട്ടുണ്ട്? അതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകൾ എത്ര ആളുകൾ വായിച്ചിട്ടുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഏജൻസി നടത്തുന്നതായി നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ വിവരമുണ്ടോ? ഇതും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുകയാണ് എന്ന് നാം കാണണം. ഇപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ നിക്ഷേപം അത് കേരളത്തിന് തന്നെ സമ്പത്താണ്, കേരളത്തിൽ തന്നെ ചെലവഴിക്കപ്പെടുന്നതാണ്. ഇതിലാണ് ചിലർക്ക് വല്ലാത്ത കണ്ണുകടിയുള്ളത്. സഹകരണ മേഖലയിൽ വൻ നിക്ഷേപം അത് എങ്ങനെ പുറത്തെത്തിക്കാൻ പറ്റും? എങ്ങനെയത് വാണിജ്യ ബാങ്കുകളിലേക്ക് എത്തിക്കാൻ പറ്റും? എങ്ങനെ അതിൽ നല്ലൊരു ഭാഗം കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റും? അത്തരമൊരു അജണ്ട ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് എന്നത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ അപൂർവം ചിലത്, വിരലിലെണ്ണാവുന്നത് ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ സംഘങ്ങളിൽ നിക്ഷേപിച്ചാൽ എന്തോ പണത്തിന് വല്ലാത്ത പ്രയാസം നേരിടും, കിട്ടാതാകും എന്നെല്ലാമുള്ള പ്രചരണം ചിലർ നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ആർക്കും ഉണ്ടാകേണ്ടതില്ല. ഒന്ന്, ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയോടുകൂടി തന്നെയാണ്. എല്ലാ സംഘങ്ങളും നിക്ഷേപം തിരികെ നൽകാനാവും വിധത്തിലുള്ള ആവശ്യമായ ലിക്വിഡിറ്റി എല്ലാ ഘട്ടത്തിലും ഉറപ്പാക്കുന്നുണ്ട്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിന് നിക്ഷേപ ഗ്യാരണ്ടി ബോർഡുമുണ്ട്. അപ്പോൾ അതിനെല്ലാം പുറമെ സഹകരണ പുനരുദ്ധാരണ നിധിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരു ആശങ്കയും നിക്ഷേപകർക്ക് ഉണ്ടാകേണ്ടതില്ല. അത് പൂർണ്ണമായും ഭദ്രമായിരിക്കും, നഷ്ടപ്പെട്ടു പോകില്ല. ആ ഗ്യാരണ്ടിയാണ് നേരത്തെ തന്നെ സർക്കാർ നൽകിയിട്ടുള്ളത്. ഇപ്പോഴും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാനുള്ളത് അത് തന്നെയാണ്. ഇത്തരമൊരു പൊതു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖല ഒരു ശതാബ്ദത്തിലധികമായി നടത്തുന്ന പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത വിശ്വാസ്യത കൂടുതൽ ഊട്ടിയുറപ്പിക്കാനാകും വിധത്തിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ, ഫലപ്രദമായി നേതൃത്വം കൊടുക്കാൻ കേരള ബാങ്കിന് കഴിയുന്നുണ്ട്. തുറന്നും അത് കഴിയേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. വായ്പയും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കുന്നതോടെ സഹകരണ മേഖലയുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. മാറുന്ന കാലത്തിനനുസൃതമായി കൃഷി, വ്യവസായം, സംരംഭം ഈ മേഖലകളെയെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് സുസ്ഥിര മാതൃകകൾ പ്രോത്സാഹിപ്പിക്കാനും കഴിയണം. നാം നമ്മുടെ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിനാകെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ
പ്രയോജനപ്പെടും വിധം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഈ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള കർമ്മപദ്ധതിയിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്കും അതിൻ്റെ നേതൃത്വപരമായ പങ്ക് നിർവഹിക്കാൻ കേരള ബാങ്കിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.